അസ്സലാമലൈക്കും. അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ? അമ്മയും പേരക്കുട്ടി ഇതാക്കണം കേട്ടോ, ഇരുന്ന് കളിക്കുകയാണ് പേരക്കുട്ടി. അപ്പം ഞങ്ങൾ താഴേക്ക് പോവുകയാണ്, ചക്ക ഇടാൻ പോവുകയാണ്. ചക്ക ഇടണ വിശേഷങ്ങളും ചക്ക കൂട്ടാനൊക്കെ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ചക്കയൊക്കെ കൂട്ടാൻ വെച്ച് കണ്ട് തിന്നാൻ പോവുകയാണ്. അതാക്കണ ചക്ക കാണണ്ട മക്കളെ, മൂത്തച്ഛൻ്റെ ആണ് കേട്ടോ, അവിടെ മരത്തുമ്മലുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇമ്മ താഴത്തെ അമ്മ ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട് ചക്ക ഇടാൻ പോവുക. അപ്പം നോമ്പൊക്കെ അല്ലായിരുന്നു, നോമ്പാവുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നോമ്പ് പറ്റിക്കാണ്ടൊക്കെ ഉമ്മാർ ചൂടത്ത് അതിമ കയറാൻ. അപ്പം നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കാക്കുവിനോട് അറിയാം നമുക്ക് പോവുക, ചക്ക ഇടാൻ പോവുക, ചക്ക കൂട്ടാനൊക്കെ ഇരിഞ്ഞുണ്ടാക്കട്ടെ കേട്ടോ മക്കളെ. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അപ്പം എല്ലാവരും ഒരുങ്ങി മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചക്ക ആരാ ഇടണമെന്നായിരിക്കും അല്ലേ, ചക്ക ഇടണ ആൾ ഇതാക്കണ പോണ്, ചക്ക ഇട്ടരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പുലാക്കായ ഉണ്ടാക്കി തരാം, പുലാക്കായ. അപ്പോൾ കുട്ടി പട്ടാളങ്ങളതാ പോണ്. തോട്ടിയാണ്ടേ എവിടെ തോട്ടിമാൻ്റെ അടുത്തുണ്ടാവോ? മമ്മ ഇനി തോട്ടിക്ക് വന്നാൽ ചിലപ്പോൾ ചീത്ത അറിയും. മമ്മക്ക് പുതിയായിട്ട് കുറേ ദിവസമായി പറയുന്നു കേട്ടോ, ഈ നോൽമ്പിനെ കാക്കൂനെ നമുക്ക് കയറാനേ ഗതികേട്. ഇനി ഏതായാലും ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം മമ്മക്ക്. അപ്പം എല്ലാവരും കൂടിങ്ങാണ്ട് താഴത്തേക്ക് പോയിക്കാണ്ട് തോട്ടിയൊക്കെ എടുത്തോടുന്നു കേട്ടോ. ഉമ്മമാൻ്റെ തോട്ടിയാണ്, ഉമ്മമ്മ പൊന്നുപോലം കൊണ്ടെടുക്കണ തോട്ടിയാട്ടോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറിച്ചാണ്ടാവുമ്പോൾ കൊണ്ടുവരും, അല്ലെങ്കിൽ കാക്കുവാണ് ഇമ്മ കയറൽ. ഏതായാലും കൊടുങ്ങാണ്ട് കാക്കു 2 ചക്കയൊക്കെ ഇട്ടെന്നു കേട്ടോ. ദുരദുരാന് ചക്കയൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാലുണ്ട്, നല്ല രസമല്ല വരിക്ക ചക്കയാണ് കേട്ടോ. ഇത് പഴുത്താലും എന്തോ ഒരു മധുരമാണ്. പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ വെച്ചാൽ നന്നായിട്ട് ഉടഞ്ഞ് പോകട്ടോ, നല്ല ടേസ്റ്റില്ല ചക്ക, വലിയ ചോളല്ലാതാണ്. കുറച്ചൊരു മൂപ്പ് കുറവുണ്ട് തോന്നുന്നു ഞാൻ പൊട്ടിച്ചപ്പോൾ, എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം 2 ചക്ക കാക്കു ഇട്ടെന്നു കേട്ടോ, 2-3 ചക്ക ഇട്ടെന്നു. അപ്പം ഞാൻ പറഞ്ഞു പോരെ 2 കൂടി ഇട്ടേരിയപ്പോൾ ഒപ്പിച്ചാൽ നമുക്ക് നല്ല രസമാണ്. കാരണം മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, മോൾ ഭാഗത്ത് കാക്കു കയറണം. കഴിഞ്ഞാലൊക്കെ കാക്കു കയറിക്കാണ്ട് ഒന്നായിട്ട് താഴത്തേക്ക് ഇട്ടുകാണ്ട് എല്ലാവർക്കും ഓരി വെച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ 2-3 ഒക്കെ എടുക്കാമെന്ന് കരുതിയാണ്. പിന്നെ താഴത്തെ മുത്തച്ഛൻ്റെ പേരാണ് കേട്ടോ, അത് അവളവിടെ അല്ല, ഓള് പെരീക്ക് പോയിക്കൊണ്ട് വിരുന്ന് ഇറക്കാൻ. അപ്പം ഞാൻ ഓലൊക്കെ വരട്ടെ എന്നിട്ട് ഒന്നായിട്ട് ഇടാമെന്ന് പറഞ്ഞുകാണ്ടേ. അപ്പം ഇതാക്കണ 2-3 ചക്ക ഇട്ടതുകൊണ്ട് കാക്കു പറഞ്ഞു ഇനി മതി പറഞ്ഞപ്പോൾ ഞാൻ 2 കൂടി വേണം പറഞ്ഞ അജ്ജാണ് ഇട്ടളാറിഞ്ഞപ്പോഴേ ഞാൻ പൊന്തിച്ച് കേട്ടോ. പഠിച്ചവനായ തമ്പുരാനെ തോട്ടിച്ച് വനങ്ങളില്ല. അതുകൊണ്ട് പിന്നെ കാക്കു കുറേ ചിരിച്ച് കാണ്ട് എനക്ക് അതിനൊന്നും കഴിയൂലാറിന് കാണ്ടേ, എന്നാലും കഴിച്ചും കരുതി കാണി ഞാൻ പൊന്തിച്ച് നോക്കിട്ടോ. എവിടെ മക്കളെ തോട്ടിയൊന്നും വനങ്ങളില്ല, പണ്ടത്തെ ആരോഗ്യമൊന്നുമില്ല. പണ്ടൊക്കെ എല്ലായിടത്തും മണ്ടി പാഞ്ഞ് എല്ലാം ചെയ്തിരുന്നു കേട്ടോ. അപ്പം അതിനൊന്നും കഴിച്ചണില്ല. അവസാനം കാക്കു പറഞ്ഞു ഒന്നും കൂടിയാണ് ഇട്ടുതരാൻ, എൻ്റെ പൂതിയല്ലേ ആയിരുന്നു കാണ്ട്. എപ്പോഴൊന്നും കാക്കുവിനെ കിട്ടൂലേ, ഇത് ഇട്ടേരി ആയിരുന്നു കാണ്ട് ഇങ്ങനെ തൊയ്ര്യം കെടുത്തണം. 2 ദിവസം കുറച്ച് ദിവസം മുന്നേ നോൽമ്പിന് ഉമ്മ താഴത്തെ അമ്മ അങ്ങനെ എപ്പോഴും പറഞ്ഞു ഇട് പറഞ്ഞിരുന്നു. അപ്പം നോൽമ്പല്ലേ, നോൽമ്പൊക്കെ ആകുമ്പോൾ കാക്കുവിനും മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ നോൽമ്പൊക്കെ കഴിഞ്ഞില്ല, ഇനി ചക്കക്കൂട്ടാൻ തിന്നാൻ പൂതിയാണ് പറഞ്ഞപ്പോഴേ കാക്കു ഇതാക്കണ് 1-2 കൂടിയാണ്ട് ഒപ്പിച്ച് ഇട്ടൊന്നു കേട്ടോ. 2 ഒപ്പിച്ചാനും വെക്കാം, ഒന്ന് നമുക്ക് മുറിച്ചിക്കാണ്ടേ കൂട്ടാനും വെക്കാം. പിന്നെ പഴുത്തവും ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഭാഗം കൊത്തിയതായിരുന്നു. പിന്നെ അവിടേക്ക് ഞാൻ മുറിച്ച് നന്നാക്കിയാണ്ടേ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഈ കൊല്ലത്തെ പഴുത്ത ചക്ക തിന്നിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല മധുരം കേട്ടോ, തേനും മധുരമാണ്. അപ്പോൾ ഇതാക്കണ നമ്മളെ അമ്മേൻ്റെ ആടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ നിന്ന് കണ്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് എത്ര ആടുണ്ട് നോക്കി അറിയുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ പാടത്തുനിന്ന് ആട്ടി തൊലിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ മേലെ ഭാഗം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ടെന്ന്, അവിടുത്തെ ആടുകളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ താഴെ പോയിക്കാണ്ട് ഞാൻ കൊണ്ടിട്ട് 2-3 താഴത്തേക്ക് ചാടി കേട്ടോ. ആ ഭാഗത്ത് ചാടിയിട്ടുണ്ട്. ഈ ചക്ക നല്ല പഴുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്, നല്ല വാസന ഉണ്ട് കേട്ടോ. അതിൻ്റെ വാസന കേട്ടാൽ തന്നെ നല്ല നമുക്ക് വായിൽ വെള്ളം ഊറും കേട്ടോ, നല്ല മധുരം ആയതുകൊണ്ട്. അപ്പം ഇത് ഞാൻ ഈ നോൽമ്പൊക്കെ നോമ്പാകുമ്പോൾ നമുക്ക് അതൊന്നും വേണ്ടി വരില്ലല്ലോ ചക്കയൊന്നും. എന്നാലും ചക്ക കൂട്ടാൻ തിന്നാനൊക്കെ പൂതി. അപ്പം എൻ്റെ ഈ ഒരുക്കാനൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് കൂടൂലെന്ന് കരുതിയിട്ടേ അപ്പം ഞാനതാണ് ബാക്കിക്ക് അടിച്ച് നിന്നാ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയിക്കാണ്ട് ഞാൻ തന്നെ പറിച്ചണം. ഇപ്പം പണ്ടത്തെ മാതിരി ചക്ക അരച്ചാനും ഒന്നും ബേജ മക്കളെ. പണ്ടൊക്കെ ചക്ക അരച്ചാനും എല്ലാത്തുമ്മലും മാന്തി കയറി കൂടിയിരുന്നു കേട്ടോ. മാങ്ങ അരച്ചാനൊക്കെ മൂച്ചിമലൊക്കെ കയറിയിരുന്നു. ഇപ്പം അതിനൊന്നും കജൂല. അപ്പോൾ ഇതാക്കണ നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വളഞ്ഞിയൊക്കെ എടുത്തുകാണ്ടേ വൃത്തിയാക്കിക്കാണ്ട് ഞാൻ കൊണ്ടുപോട്ടെ കേട്ടോ. കുട്ടികൾ ഇവിടുന്ന് തന്നെ മുറിച്ചേരി പറഞ്ഞുകാണ്ട് നിലയും വിളി കൂടുന്നുണ്ട്. ഇനി പെരീക്ക് പോകുക പറഞ്ഞുകാണ്ട് കൊണ്ടുപോവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആ വളഞ്ഞിൻ്റെ ഇത് ചാടിയിട്ട് കാൽമേലൊക്കെ പാടെ വളഞ്ഞിയും കുത്തിയിട്ടോ. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കണ്ടൊക്കെ റെഡിയാക്കി. ഇതാക്കണ കത്തി കണ്ടോളൂ കേട്ടോ, നല്ലൊരു കത്തി വാങ്ങിയിട്ടുണ്ട്. എന്ത് കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ വട്ടത്തിയൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു, കുടിയത്തെ കത്തിയായിരുന്നു കൊടുന്നീന്. അതിന് പിന്നെ കജ്ജും കാലും ഇല്ലാതായി, പിന്നെ ആകെ കേടന്നിരുന്നു
കേട്ടോ. പിന്നെ നമ്മൾ ആമറോണ്ടൊക്കെ ആയിരുന്നു തേങ്ങ പൊട്ടിച്ചിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ പുറത്തേക്ക് പോയപ്പോഴേ അന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കാടി തരാൻ മറന്നതാണ്. അപ്പോൾ അതാക്കണ ചക്കയൊക്കെ മുറിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരം ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ വാടിയും ചെയ്തുക്കണു ചില ചക്കയൊക്കെ കേട്ടോ. അപ്പോൾ അതാക്കണ കുട്ടികളൊക്കെ പാടെ കൂടിക്കാണ്ട് വെളിച്ചെണ്ണയൊക്കെ ആക്കണുണ്ട്. അപ്പം മരിബ് വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കാക്കു പറയുന്നുണ്ട് ഇനി നാളെ നോക്കാം ചക്ക കൂട്ടാൻ വെക്കാൽ, ഇപ്പം ആ ചക്കയൊക്കെ ചുള എരിഞ്ഞുകൊണ്ട് കുട്ടികൾക്കാണ് കൊടുത്തളാ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പോരാ, ചക്കക്കൂട്ട അപ്പം തന്നെ വെക്കണം പറഞ്ഞു. ഇതൊക്കെ കാക്കൂനെ അറിയാം കുട്ടികളൊക്കെ പാടം മേക്കേണ്ടി വരും ഞാൻ ചക്കമ്മക്ക് ഇരിഞ്ഞാലേന്ന്. അപ്പോൾ പിന്നെ അതാണ് കാക്കു അങ്ങനെ പറയുന്നത്, ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങിയാണ്. എന്തായാലും ഞാൻ ലേസം ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടോ, ലേസം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ തുള്ളി ഉണ്ടാക്കണം, ഈ ചക്ക ഒക്കെ ചുള എരിഞ്ഞുകാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തുകാണ്ടേ. അപ്പോൾ ഇതിന് കുറേ നേരം വേകും, കുട്ടികളൊക്കെ അത് കാത്തുക്കുകയാണ് കേട്ടോ. ഈ കൊല്ലത്തെ ചക്ക തിന്നുകയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളോടെയൊക്കെ ഉണ്ടാവൂലേ ചക്ക, ഈ കൊല്ലത്തെ ചക്ക തിന്നോ മക്കളെ? അപ്പം എല്ലായിടത്തൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഈ ചക്ക വല്ലാതെ. പണ്ടൊക്കെ ചക്കയും മാങ്ങി എല്ലായിടത്തും ഉണ്ടായിനില്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മളോട് അപ്പുറത്തും അയൽവക്കത്തൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും പോയിക്കൊണ്ട് ചക്കയൊക്കെ പൊളിച്ച് തിന്നീനി, ഒക്കെ വാങ്ങി കൊടുന്നുകൊണ്ടൊക്കെ തിന്നീനി. ഇപ്പം അതൊന്നും ഇല്ലല്ലേ. ഇപ്പം അവിടെയും ചക്കയും മാങ്ങിയൊന്നുമില്ല. മാങ്ങക്കാലം വന്നതും പോയതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ചക്ക എന്നെ ഇപ്പം മൂത്തച്ഛൻ്റെ ആ പിലാവുമ്മ ചക്ക കണ്ടപ്പോഴേ അപ്പോഴാണ് ചക്കക്കാലാണ് എന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഏട്ടത്തി വിളിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, ഓള് തിരുവനന്തപുരം പോയിട്ടുണ്ട് കേട്ടോ. ഓളങ്ങനെ പറയുന്നുണ്ട് ഇവിടെ കെടി ചക്ക മാങ്ങണം, പൈസ കൊടുത്ത് മാങ്ങണം, ഇവിടെ ഒന്നും കിട്ടൂല ചക്ക, ജിച്ചു ഒരു ചക്ക എടുത്ത് വെക്കോണ്ടി എന്ന് പറയുന്നുണ്ട് ഫോൺ വിളിച്ചപ്പോൾ കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടം, ഓളും തന്നെ ചക്ക കൂട്ടാൻ. ഞാനൊക്കെ പണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരു ചക്കൻ്റെ മുറി കിട്ടി അപ്പം ഞാൻ നല്ലീരും തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് അരച്ചുകാണ്ട് പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് നല്ല ടേസ്റ്റാണല്ലോ അല്ലേ ചക്ക കൂട്ടാൻ. ചോറൊന്നും വേണ്ട കേട്ടോ, നല്ല ഇഷ്ടമാണ് എനിക്ക്. ഈ ചക്ക ചെറുതായിട്ട് വാടിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, എന്നാലും മധുരത്തിന് ഒരു കമ്മിയില്ല കേട്ടോ, നല്ല രസമുണ്ട്. നമ്മളെ ചുമ്മയൊക്കെ ഇങ്ങനെ വെപ്രാളം കൂട്ടുമായിരുന്നു അവിടുന്ന് തന്നെ, മുറിച്ചേരി അറിഞ്ഞുകാണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ചക്ക ഇങ്ങനെ ഉണ്ടായപ്പോഴേ താഴത്തെ അമ്മാരെയും കാക്കൂനോട് ചക്ക ഇട്ടൂട് അറിയാം, അങ്ങനെ ഒരു 8-10 ഇട്ടുകാണ്ട് എല്ലാവർക്കും ഒക്കെ കണ്ട് ഓരി വെച്ച് കൊടുത്തേക്കായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ അവിടുത്തെ താഴത്തെ മുത്തച്ചി ഇല്ല, പിന്നെ ആ മുത്തച്ചി ഇല്ല കേട്ടോ. ഓലൊക്കെ വിരുന്നിറക്കാൻ പോയതാ തോന്നണം. ഇനി ഓലൊക്കെ വരട്ടിയായിരുന്നു ഉമ്മ, എന്നിട്ട് എല്ലാവർക്കും നമുക്ക് ഓരി വെച്ച് കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ അതൊക്കെ കൊത്തി ചീഞ്ഞുകാണ്ട് ചാടണുണ്ട് മക്കളെ. നമുക്കൊരു പൊറുതിയാടല്ലേ ചക്ക ഇല്ലാത്തവർക്ക്, വല്ലാത്തൊരു ഇടങ്ങാറല്ലേ ഇതിങ്ങനെ കാണുമ്പോൾ. ഗൾഫിൽ നിന്നൊക്കെ കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്കയും മാങ്ങി ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ചക്ക അയിമക്ക് നോക്കിയപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, അത് ചക്കക്കാലാണ് എന്ന്. ഒക്കെ ചക്ക വെച്ചായില്ലേ മക്കളെ. അപ്പോൾ ഇതാക്കണ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നുള്ളി പൊറുക്കിക്കാണ്ട് ഇനി കൊത്തി എരിഞ്ഞുകാണ്ട് ഞാനേ കൂട്ടാൻ വെക്കട്ടെ. അപ്പോൾ അതിന് ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്ത് അപ്പോൾ കാക്കു പോയിക്കാണ്ട് പെട്ടെന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ട് എന്നോട് പറഞ്ഞു ഇനി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകാണ്ട് തുടങ്ങിക്കോ പറഞ്ഞു. അപ്പം നമ്മളെ അമ്മച്ചി വന്നിക്കണമെന്ന് പറഞ്ഞില്ലേ ഞാൻ, അമ്മച്ചീനെ കൊണ്ടുപോയി കേട്ടോ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പം പൊട്ടൊന്നുമില്ല കേട്ടോ, പടച്ചോൻ കാത്തു. ഓരോ വീടലിനും പടച്ചോൻ കാക്കുകയാണ് കേട്ടോ. അപ്പോൾ വാരിയല്ലിൻ്റെ അവിടെ അങ്ങനെ നല്ലൊരു ചതവ് വന്നിട്ടുണ്ട് കാരണം. അപ്പോൾ പൊട്ടൊക്കെ ചെയ്താൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഉമ്മാക്ക് സ്ട്രോക്കാണെന്ന് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, എല്ലാ വീഡിയോസിലും അവരെല്ലാ വീഡിയോസും കാണുന്നുണ്ട്, എന്നാൽ നെഗറ്റീവ് കമൻറ്റ് ഇടുകയും ചെയ്യും. അവരിങ്ങനെ പറയുന്നുണ്ട് ഉമ്മക്ക് എപ്പോഴും വീഴലാ പണി, അതിന് എപ്പോഴും വീഴലാ പണി, എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. ഞാൻ വീണ കാര്യം പറയുമ്പോൾ പിന്നെ നമ്മൾ ഏതോ ഒരു പഴയ വീഡിയോസിലും ഒക്കെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. ഉപ്പച്ചിൻ്റെ കുട്ടിയാണ് ഓള് ലിനു എന്നൊക്കെ പറയുമ്പോഴേ, അപ്പോൾ ബാക്കിയുള്ളത് എൻ്റെ കുട്ടിയല്ലേ, എനിക്ക് സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്താ അർത്ഥത്തിലാണ് ചോദിക്കണല്ലേ മക്കളെ, മോശമല്ലേ അങ്ങനത്തെ ഒക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അവിടെ പിൻ ചെയ്ത് വെച്ചത് കേട്ടോ, എന്തിനാ ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതാക്കണ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായി. അപ്പോൾ പിന്നെ അകത്തേക്കുള്ള പരിപാടി നോക്കി കേട്ടോ. ഞാൻ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ കുറേ നേരമാവില്ല, ജന്തുക്കളൊന്നും വരുന്നത് കാണൂല അറിഞ്ഞാണ്ട് കാക്കുപോയി. അപ്പോൾ പാടൊക്കെ അല്ലേ, പാടത്തിൻ്റെ വക്കൊക്കെ ആകുമ്പോൾ ജന്തുക്കളൊക്കെ കയറി വരലുണ്ട്. എപ്പോഴും നമ്മൾ ആ സിറ്റ് ഔട്ടിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ ജന്തുക്കളെയൊക്കെ കിട്ടലുണ്ട് കാക്കൂന് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ ഞാൻ കുട്ടികളോട് അങ്ങോട്ട് വിളിച്ചല്ലാതെ ഇറങ്ങണ്ട പറയല. അപ്പം നല്ല നല്ല സാധനങ്ങൾ ആരും ചെറുതാണെങ്കിലും നല്ല കരിമൂർക്കൻ കുട്ടികളോ അല്ലാന്നുണ്ടെങ്കിൽ ചേനത്തണ്ടനോ അങ്ങനെയൊക്കെ 2-3 കിട്ടിയിട്ടുണ്ട് കാക്കൂന് കേട്ടോ. അപ്പോൾ പേടി തന്നെയാണ്. അപ്പോൾ അതാക്കണ് ഞാനിവിടെ നമ്മളെ ഡൈനിങ് ഹാളിൽ ഒരു ചാക്കൊക്കെയാണ് വിരിച്ചുകാണ്ടേ ചക്ക മുറിച്ചിട്ട് കേട്ടോ, നാളെ ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ അമ്മ അതിനിങ്ങനെ കാത്തുക്കുന്നുണ്ട്. 2 ഇറ്റ് കിട്ടിയാലും ഉമ്മാക്കും ഭയങ്കര തീർപ്പതിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ വയസ്സായവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പം നല്ലയിലും തേങ്ങയൊക്കെ അരച്ചുകാണ്ട് അപ്പം ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, പെണ്ണെ അങ്ങനെ ചുള ഇരിഞ്ഞ് ഇങ്ങനെ എടുക്കേണ്ട, ഭയങ്കര ഗതിയാടല്ലേ. അപ്പം ചെറിയ ചുളയാണ്, ഞാൻ പറഞ്ഞില്ല ചിലതൊന്നും നേർക്കിണ് മൂപ്പായിട്ടില്ല.
അപ്പം എൻ്റെ അമ്മ അവിടെ നിന്നാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിൽ ആ മുള്ളില്ലാതെ അവിടെ ചെത്തി എടുത്തളാം എന്നിട്ട് അവിടെ ചോള എടുത്തളാം അപ്പം നേർക്ക് കിട്ടും പറയുന്നുണ്ട്. ഇതിന്മേലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരമാണല്ലേ. ഞാൻ പണ്ടൊക്കെ നല്ല എളുപ്പം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ മടിയായി തുടങ്ങിയിരിക്കണ്. അപ്പോൾ അതാക്കണ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മളെ ഋതു ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഋതു വന്ന് കുറേ ഋതുവിനോടും വർത്താനൊക്കെ പറഞ്ഞിരുന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓന് കോഴിക്കോട് കടപ്പുറമൊക്കെ കാണാൻ പോയിരുന്നു. രാവിലെ വൈകുന്നേരം വന്നപ്പോൾ ഞാൻ ഓരോ വർത്താനം ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഓനോട് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്തതിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യമൊക്കെ നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യണം കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലയും പാലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചക്കയൊക്കെ പണ്ട് ഇയാളെ നേർക്ക് മുറിച്ചുണ്ടാക്കിയിരുന്നു. ഇപ്പം അതൊന്നും ചക്ക മുറിച്ചാനും കൂടി ആരോഗ്യമില്ലാതായി. അപ്പോൾ അതാകണ ഒക്കെ എരിയുണ്ട്. നമ്മളെല്ലീനു അങ്ങനെ ഇരുന്ന് കാണ്ട് തിന്നുന്നുണ്ട് കേട്ടോ. മിന്നൂസും പൊന്നൂസും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഓലൊക്കെ ഉണ്ടായില്ല നടക്കണം. അപ്പോൾ ടൗസറും കുപ്പായിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാമറിൻ്റെ മുന്നിൽ ഞാൻ വരണ്ടെന്ന് പറയല കേട്ടോ. ഷെയ്മോളോട് ഞാൻ പറയും ടൗസറും കുപ്പായൊക്കെ ഇട്ടുകാണ്ട് കൊടുന്നാൽ മതി പറയും. അപ്പം മിന്നൂസ് നിൽക്കണില്ല അമ്മ എന്ന് വിളിച്ചറിയുന്നുണ്ട്. അപ്പം എന്നാൽ അതിനാണ് വിട്ടളാറുണ്ട്. ഈ കത്തിൻ്റെ അടിക്കൊക്കെയാണ് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആവും, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ കാര്യമൊന്നും കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുട്ടികളയക്കണം വലിച്ചയക്കലില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ലേസം ചോറും വെച്ചിരുന്നു, തക്കാളി കറിയും വെച്ചിരുന്നു കേട്ടോ. പിന്നെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നല്ലോ, ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അച്ചാറും ഉണ്ടാക്കിയിരുന്നു. അപ്പം മീനൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആറുനോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ വരുള്ളൂ എന്ന് കരുതിക്കാണ്ടേ ഞാൻ പിന്നെ ഉമ്മാനെയും കൊണ്ട് പോയി വന്നപ്പോൾ ഇതിന് ഒരുപാട് നേരം വൈകിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ അച്ചാറൊക്കെ കൂട്ടിക്കാണ്ട് ചോറൊക്കെ തിന്നിക്കണം കേട്ടോ. പിന്നെ ഞാനും വന്നു. ഉമ്മാക്ക് പിന്നെ കൂട്ടാനൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ മതി. അപ്പോൾ പിന്നെ നീ വൈകുന്നേരത്തിന് നോക്കരുതികാണ്ട്. അപ്പോൾ പിന്നെ ആ ചക്ക കണ്ടപ്പോൾ എന്തായാലും ചക്ക കൂട്ടാൻ ഉണ്ടാക്കണം കരുതികാണ്ടേ. അപ്പോൾ എന്താ മക്കളെ ഞങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഇതാക്കണ ഒരു വിധമൊക്കെ അരിഞ്ഞിക്കണം കേട്ടോ. നമ്മളെ ഋതു ഇതാക്കണം ഇവിടെ ഇരുന്ന് കണ്ട് ബത്തക്ക തിന്നുന്നുണ്ട്. ബത്തക്ക അമ്മമ്മക്ക് താഴത്തേക്ക് കൊടുന്നു കൊടുത്തായിരുന്നു കേട്ടോ. അമ്മമ്മ 6 നോമ്പൊക്കെ നോൽക്കും. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഫറൽ തന്നെ നോറ്റ് ഒപ്പിച്ച് കൂട്ടിയതാണ് ഞാൻ. നോൽക്കാന്നാൽ പിന്നെ നോൽക്കലുണ്ടാവില്ല മക്കളെ, പിന്നെ വീട്ടായിരുന്നാണ്ട്. അപ്പോൾ പിന്നെ ഈ ചൂടും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടിയാൽ കേട്ടോ നോമ്പ് ഞാൻ. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യമൊക്കെ നല്ല ഉഷാറായി നോൽക്കാൻ റബ്ബ് ഭാഗ്യം തരട്ടെ. 6 നോൽമ്പൊന്നും ഞാൻ നോറ്റിട്ടില്ല കേട്ടോ. ആ ആക്കണ പൊന്നൂസല്ല മിന്നൂസാണ് കേട്ടോ. ഞാൻ അതിന് വോയിസ് കൊടുക്കുക. കുട്ടികളൊക്കെ കരയുന്നുണ്ട് മക്കളെ. ഇതിൻ്റെ ഇടയിൽ കൂടെ വോയിസ് കൊടുക്കണം, എല്ലാം ചെയ്യണ്ടേ. അപ്പം നമ്മളെ അമ്മച്ചിയില്ലേ ഇവിടെ. അപ്പോൾ ഇതാക്കണ മിന്നൂസ് വന്നിട്ടുണ്ട്. ഷെയ്മോളോട് ഞാൻ പറഞ്ഞ ആ ചോളയൊക്കെ ഒന്നുകൊണ്ട് പൊട്ടിച്ച് കാണ്ട് എടുത്തോണ്ടടി എന്ന് വെച്ചാൽ അരിയാൻ സുഖമാണല്ലോ പറഞ്ഞ്. അപ്പോൾ ഓൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഇതൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ച് കാണ്ട് എടുത്ത് തരികയാണ് കേട്ടോ. ഓള് കാക്കുവിനോട് അങ്ങനെ തല്ലുവിടുന്നുണ്ട് പറഞ്ഞു കാണ്ട് ടൂർ കൊണ്ടുപോകണം, നിങ്ങൾ സ്കൂളിൽ നിന്നും ടൂർ അറിഞ്ഞേക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മളറിയത് കടൽ കാണാൻ പോയിരുന്നു, അതിനാണ് ആ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കണ മിന്നൂസ് അവിടുന്ന് പോകണമെന്നല്ല, മിന്നൂസിന് ഉറക്കം വന്നിട്ടുണ്ട്. ഇനി ഏതായാലും ചക്കക്കൂട്ടാനൊക്കെ ആകുമ്പോഴത്തേന് 9-10 മണിയൊക്കെ ആവും. എന്തായാലും തീർപ്പതി ഇല്ലേ നമ്മൾ ഉണ്ടാക്കി തിന്നണ്ടേ കരുതിക്കാണ്ട് ഇതൊക്കെ ഞീകാണ്ട് ഞാൻ വാരട്ടോ, വാരി വൃത്തിയാക്കട്ടെ. ലേസം ഉണ്ടാക്കണുള്ളൂ. ഇനി നാളേക്ക് വലിയൊരു ചക്ക ഉണ്ടല്ലോ, ഒന്നായിട്ട് ഉണ്ടാക്കിക്കാണ്ട് എല്ലാവർക്കും കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കൂട്ടാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലേ. കുട്ടികൾക്കും ഭയങ്കര തീർപ്പതിയാണ്. എനിക്ക് നല്ലീരം തേങ്ങയൊക്കെ അരച്ചുകാണ്ട് വെക്കണം കേട്ടോ, എന്നാലും ഇഷ്ടം. ഇനി മക്കളൊക്കെ കരയണുണ്ട്, മതി കേട്ടോ. ഒക്കെ നുള്ളി നുറുക്കിക്കാണ്ട് ഒക്കെ എടുത്തക്കട്ടെ ഞാൻ. ഒക്കെ നീ ഇതൊക്കെ വൃത്തിയാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നീ ചക്കക്കൂരൊക്കെ എവിടെയെങ്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഓരൊക്കെ എടുത്തുകാണ്ട് കുട്ടികൾ വായിക്കിടും കേട്ടോ. അപ്പോൾ കുറേ ചക്കക്കൂര് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ അവിടെ നിന്നുകാണ്ട് പറയണുണ്ട് ചക്ക ഇടുമ്പോൾ ചക്കൻ്റെ കുരു ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ കുട്ടികൾ തള്ളനിട്ടാൽ കുട്ടികൾ നൊലോളിച്ചെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ നല്ലോ ഉടഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ കുക്കറിലൊക്കെ തീമ വെച്ചിക്കാണ്ട് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടുകാണ്ടാണ് തീമത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് നല്ലോണമാണ് കുത്തി അടച്ചുകാണ്ട് വേവിച്ച്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കരഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൽക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാനും ഉറക്കാനൊക്കെ പോയി. അതാ ഞാൻ പിന്നെ തീമിടണമൊന്നും കാട്ടാഞ്ഞ കേട്ടോ. ഒക്കെ കുടുക്കിയിലൊക്കെ വെക്കണം കരുതിനൊന്നും നടന്നില്ല. അപ്പോൾ തുള്ളി വെളിച്ചെണ്ണ ഇട്ടു, കടുകിൽ തൂമിച്ചും ചെയ്തു, ലേശം കരിവേപ്പ് ഇട്ടു, നല്ലീരും 2 വെളുത്തുള്ളിയും ചീരുള്ളിയും 2 പച്ചമുളക് ഇട്ടുകാണ്ടേ തേങ്ങ എന്നാണ് ചായച്ചുകാണ്ട് അതിക്കാണ് വറവ് ഇട്ടിട്ടോ. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കട്ടെ. അപ്പോൾ നമ്മളെ നല്ല ടേസ്റ്റുള്ള ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ചക്കക്കൂട്ടാൻ വെക്കലാവല്ലേ? മഞ്ഞൾപ്പൊടി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ മഞ്ഞൾപ്പൊടി അല്ല ഇടൽ, വെള്ള ചക്കക്കൂട്ടാൻ എൻ്റെ ഉണ്ടാകൽ കേട്ടോ. പിന്നെ ഒന്നും കളർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിക്കാണ്ട് വീഡിയോ ഒക്കെ എടുക്കണല്ലേ. അപ്പോൾ അവിടെ സ്റ്റിക്കുമ്പോൾ വെക്കണമൊക്കെ കരുതിന്. പൊന്നൂസുണ്ട് എൻ്റെ കാല് പിടിച്ച് കരയണം കേട്ടോ താഴെ നിന്നുകാണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വോയിസ് എടുക്കണോണ്ട് കേൾക്കാൻ ഞങ്ങൾ കേട്ടോ.
അപ്പോൾ ഇതാക്കണം നമ്മളെ ടേസ്റ്റുള്ള ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കമ്മി ഉണ്ടായിനി, ഉപ്പൊക്കെ ഇട്ടു കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഷെയ്മോളൊക്കെ കാത്തുക്കുന്നുണ്ട്, ഷെയ്മോളാണ് ക്യാമറ പിടിച്ചിരുന്നത് കേട്ടോ. അപ്പം ഉമ്മമാക്ക് ഇനി ലേസം ചക്കക്കൂട്ടാൻ കൊടുക്കട്ടെ ഞാൻ. ഉമ്മമാക്ക് ഇനി ചക്കക്കൂട്ടാൻമേൽ തന്നെയാണ് ഉമ്മമാരുടെ ജീവിതം എന്ന് കേട്ടോ, കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഇതാക്കണ ഞാൻ തന്നെ ലേസം ചോറും ലേസം അച്ചാറും ചക്ക കൂട്ടാനും ഒക്കെ ഇട്ടുകാണ്ട് ചോറുണ്ട് തിന്നട്ടെ. ഉച്ചക്ക് നേർക്ക് ചോറ് നിന്നിട്ടില്ല കേട്ടോ, ഉമ്മാനെയും കൊണ്ട് ആസ്പത്രിയിൽ പോയി എന്നിട്ടേ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ മാണ്ടി വരൂലല്ലോ മക്കളെ. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതാക്കണ രാവിലെ ഉണ്ടാക്കി നമ്മളെ തക്കാളി ചാറും ഉണ്ട് കേട്ടോ, അതൊക്കെ കൂട്ടിക്കാണ്ട് ഞാൻ ചോറ് നിന്നട്ടെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.